ഓം ശാന്തി 1/1/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയുടെ അടുത്ത് റിഫ്രഷ് ആകുന്നതിനാണ് വന്നിരിക്കുന്നത്. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ, എങ്കിൽ സദാ റിഫ്രഷ് ആയിരിക്കും. ചോദ്യം: വിവേകശാലികളായ കുട്ടികളുടെ മുഖ്യ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: ആരാണോ വിവേകശാലിയായിരിക്കുന്നത് അവർക്ക് അളവില്ലാത്ത സന്തോഷമുണ്ടാകും. അഥവാ സന്തോഷമില്ലെങ്കിൽ വിഡ്ഢിയായിരിക്കും. വിവേകശാലി അർത്ഥം പവിഴബുദ്ധി ആകുന്നവർ. അവർ മറ്റുള്ളവരെയും പവിഴബുദ്ധികളാക്കി മാറ്റും. ആത്മീയ സേവനത്തിൽ തൽപരരായിരിക്കണം. ബാബയുടെ പരിചയം കൊടുക്കാതെ അവർക്കിരിക്കാൻ സാധിക്കില്ല. ഓം ശാന്തി. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഈ ദാതയും മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദാതയിലൂടെയാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. എങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ദാതയും മനസ്സിലാക്കുന്നത്. ദാതയെ ഭഗവാനാണ് എന്ന് പറയില്ല. ഇത് ഭഗവാനു വാചയാണ്. മുഖ്യമായും ദേഹി അഭിമാനി ആകാനാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ പതിത പാവനനായ പരമപിത പരമാത്മാവിലൂടെ പാവനമായി തീരും. ഈ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഞങ്ങൾ പതീതരാണ് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഇതും എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. പുതിയ ലോകം തീർച്ചയായും പാവനമായിരിക്കും. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടത്തുന്നത്, നിർമ്മിക്കുന്നത് ബാബയാണ്. ബാബയെയാണ് പതീത പാവന എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പതീത പാവന എന്നതിനോടൊപ്പം പിതാവ് എന്നും പറയുന്നുണ്ട്. ആത്മാക്കളാണ് ബാബയെ വിളിക്കുന്നത്, ശരീരം വിളിക്കുന്നില്ല. ആത്മാക്കളുടെ അച്ഛൻ പാരലൗകിക അച്ഛനാണ്. ആ അച്ഛൻ തന്നെയാണ് പതീത പാവനൻ. ഇതെല്ലാം നല്ല രീതിയിൽ ഓർമ്മയുണ്ടാകണം. ഇത് പുതിയ ലോകമാണോ അതോ പഴയ ലോകമാണോ എന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ അപാര സുഖമാണ് എന്ന് മനസ്സിലാക്കുന്നത് വിഡ്ഢിത്തമാണ്. അവർ സ്വർഗത്തിലാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ കലിയുഗത്തെ ഒരിക്കലും സ്വർഗമെന്ന് പറയാൻ കഴിയില്ല എന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. കലിയുഗം പഴയതും പതീതവുമായ ലോകം എന്നതാണല്ലോ പേര്. ഈ വ്യത്യാസം പോലും മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. തീർത്തും ജീർണിച്ച അവസ്ഥയിലാണ്. കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ അവരെ കല്ലുബുദ്ധി എന്ന് പറയാറുണ്ടല്ലോ. ബാബ പറയുകയാണ്, നിങ്ങളുടെ കൂടെയുള്ള പലരും തീർത്തും കല്ലുബുദ്ധികളാണ്. അവർ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. സ്വയം പവിഴബുദ്ധിയായി മാറുന്നുവെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരെയും പവിഴബുദ്ധികളാക്കി മാറ്റും. പുരുഷാർത്ഥം ചെയ്യണം. ഇതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. പക്ഷേ മനുഷ്യരുടെ ബുദ്ധിയിൽ പകുതി കൽപ്പമായി തലക്കീഴായ ശബ്ദങ്ങൾ ഇരിക്കുന്നതിനാൽ അവർക്കത് മറക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് മറക്കുക? മറപ്പിക്കാനുള്ള ശക്തിയും ഒരു ബാബയുടെ അടുത്തേ ഉള്ളൂ. ബാബയ്ക്കല്ലാതെ ഈ ജ്ഞാനം വേറെ ആർക്കും തരാൻ സാധിക്കില്ല. അതായത് എല്ലാവരും അജ്ഞാനികളാണ്. ഏതുവരെ ജ്ഞാനസാഗരനായ ബാബ വന്ന് മനസ്സിലാക്കി തരുന്നില്ലയോ അതുവരെ അവർക്ക് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടാനാണ്? തമോ പ്രധാനമർത്ഥം അജ്ഞാനികളുടെ ലോകമാണ്. സതോ പ്രധാനമർത്ഥം ദേവതകളുടെ ലോകമെന്നാണ്. വ്യത്യാസമുണ്ടല്ലോ. ദേവീ ദേവതകൾ തന്നെയാണ് പുനർജന്മം എടുത്തത്. സമയവും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശക്തിയും ദുർബലമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബുദ്ധിയോഗം വയ്ക്കുന്നതിലൂടെ ഏത് ശക്തിയാണോ പ്രാപ്തമാകുന്നത് പിന്നീട് അതും ഇല്ലാതാകുന്നു.
ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ എത്ര റിഫ്രഷായി മാറുന്നു. നിങ്ങൾ റിഫ്രഷ് ആയിരുന്നു, അതോടൊപ്പം വിശ്രമത്തിലായിരുന്നു. ബാബയും എഴുതാറുണ്ട്, കുട്ടികൾ ബാബയുടെ അടുത്ത് വരികയും റിഫ്രഷ് ആകുകയും വിശ്രമിക്കുകയും ചെയ്യട്ടെ. റിഫ്രഷ് ആയതിനു ശേഷം നിങ്ങൾ സത്യയുഗമാകുന്ന വിശ്രമപുരിയിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് വളരെയധികം വിശ്രമം കിട്ടും. അവിടെ സുഖവും ശാന്തിയും സമ്പത്തും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് റിഫ്രഷ് ആകാൻ ബാബയുടെ അടുത്താണ് വരുന്നത്, വിശ്രമിക്കുന്നതിനും. വിശ്രമിക്കുക അർത്ഥം ശാന്തിയിലിരിക്കുക എന്നാണ്. ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാറില്ലേ? എവിടെയെല്ലാമാണ് വിശ്രമത്തിന് വേണ്ടി പോകാറുള്ളത്? അതിലാണെങ്കിൽ പുത്തനുണർവിൻ്റെ കാര്യമൊന്നുമില്ല. ഇവിടെ ബാബ ദിവസവും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ദിവസവും ഇവിടെ വന്ന് നിങ്ങൾ റിഫ്രഷ് ആകുന്നത്. ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകും. നിങ്ങൾ സതോ പ്രധാനമാകുന്നതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്? മധുരമധുരമായ കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ. ബാബ മുഴുവൻ പഠിപ്പും നൽകിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഈ സൃഷ്ടിചക്രം കറങ്ങുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് വിശ്രമം ലഭിക്കുന്നത്, എല്ലാം മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. മറ്റാർക്കെങ്കിലും ഈ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിലൂടെ അവരും നിങ്ങളെപ്പോലെ റിഫ്രഷ് ആകട്ടെ. എല്ലാവർക്കും സന്ദേശം കൊടുക്കുക എന്നതും നിങ്ങളുടെ കടമയാണ്. അവിനാശിയായ റിഫ്രഷ് ആകുന്നതിനാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. അവിനാശിയായ വിശ്രമത്തിനാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ സന്ദേശം കൊടുക്കണം. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കാൻ എല്ലാവരോടും പറയണം. ഇതാണെങ്കിൽ വളരെ സഹജമായ കാര്യമാണ്. പരിധിയില്ലാത്ത ബാബ സ്വർഗം രക്ഷിക്കുകയാണ്. സ്വർഗത്തിൻ്റെ സമ്പത്താണ് തരുന്നത്. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്. മായയുടെ ശാപത്തെക്കുറിച്ചും ബാബയുടെ സമ്പത്തിനെക്കുറിച്ചും നിങ്ങൾക്കറിയാം. ഇപ്പോൾ മായ രാവണന്റെ ശാപം കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പവിത്രതയും സുഖവും ശാന്തിയും ധനവുമെല്ലാം ഇല്ലാതാകും. എങ്ങനെയാണ് പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നത്? ഇതും ബാബ മനസ്സിലാക്കി തരുന്നുണ്ട്. എത്ര ജന്മങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഇതും നിങ്ങൾക്കറിയാം. ദുഃഖധാമത്തിൽ ഒരിക്കലും വിശ്രമം ഉണ്ടാകില്ല. സുഖധാമത്തിൽ വിശ്രമം തന്നെ വിശ്രമമായിരിക്കും. ഇതും ബാബയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. പുതിയവർ വരുമ്പോൾ എത്ര മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നു? ഓരോ കാര്യത്തെക്കുറിച്ചും മനുഷ്യർ ധാരാളം ചിന്തിക്കാറുണ്ട്. എന്തെങ്കിലും മായാജാലമൊന്നുമല്ലല്ലോ എന്നവർ ചിന്തിക്കുന്നു. എന്നാൽ നിങ്ങൾ എന്നെ മായാജാലക്കാരൻ എന്ന് തന്നെയല്ലേ പറയുന്നത്? അതിനാൽ ഞാനും പറയുകയാണ്, ഞാൻ മായാജാലക്കാരനാണ്. പക്ഷെ പോത്തിനെയോ ആടിനെയോ സൃഷ്ടിക്കുന്ന മായാജാലമൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ മൃഗങ്ങളൊന്നുമല്ലല്ലോ. ഇതെല്ലാം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പാട്ടും ഉണ്ട്, ദേവസഭയിലെ വാദ്യസംഗീതങ്ങൾ. ഈ സമയത്ത് മനുഷ്യർ ഓന്തിന് സമാനമായി മാറിയിരിക്കുന്നു. ഇതെല്ലാം ഇവിടുത്തെ കാര്യങ്ങളാണ്. സത്യയുഗത്തിൽ പാടുകയില്ല. ഇതാ സമയത്തെ ഗീതമാണ്. സത്യയുഗത്തിൽ എപ്പോഴും ശുഭമായ നാമങ്ങളെ ഉണ്ടാകുള്ളൂ. ശ്രീരാമചന്ദ്രൻ, ശ്രീകൃഷ്ണൻ, ശ്രേഷ്ഠമായവരെയാണ് ശ്രീ എന്ന് പറയാറുള്ളത്. സത്യുഗി സമ്പ്രദായത്തെയാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത്. കലിയുഗത്തിലെ വികാരി സമ്പ്രദായത്തെ എങ്ങനെയാണ് ശ്രേഷ്ഠമായത് എന്ന് പറയുക? ശ്രീ അർത്ഥം ശ്രേഷ്ഠമായത്. ഇപ്പോഴത്തെ മനുഷ്യരൊന്നും ശ്രേഷ്ഠരല്ല. മനുഷ്യനിൽ നിന്നും ദേവത എന്നെല്ലാം പാടാറുണ്ട്. പിന്നെ ദേവതയിൽ നിന്നും മനുഷ്യനുമാകും. എന്തുകൊണ്ടെന്നാൽ അവർ
പഞ്ചവികാരങ്ങളിലേക്ക് പോകും. രാവണ രാജ്യത്തിൽ എല്ലാം മനുഷ്യർ തന്നെയാണ്. എന്നാൽ സത്യയുഗത്തിലുള്ളത് ദേവതകളാണ്. അത് ദേവതകളുടെ ലോകമാണ്. ഇതാണെങ്കിൽ മനുഷ്യരുടെ ലോകമാണ്. ദേവതകളുടെ ലോകത്തെയാണ് പകൽ എന്നു പറയുന്നത്. മനുഷ്യരുടെ ലോകത്തെ രാത്രി എന്നും പറയുന്നു. പകൽ എന്ന് പറയുന്നത് പ്രകാശത്തെയാണ്. അജ്ഞാന അന്ധകാരത്തെ രാത്രി എന്ന് പറയുന്നു. ഈ വ്യത്യാസം നിങ്ങൾക്കറിയാം. ഞങ്ങൾ മുൻപ് ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല എന്നതും നിങ്ങൾ അറിഞ്ഞു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ബുദ്ധിയിലുണ്ട്. രചയിതാവിൻ്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും അത് ഞങ്ങൾക്കറിയില്ല എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, മുൻപ് നിങ്ങളും നാസ്തികരായിരുന്നു. പരിധിയില്ലാത്ത ബാബയെ അറിയുമായിരുന്നില്ല. അവിനാശിയും സർവ ആത്മാക്കളുടെയും അച്ഛനാണിത്. നിങ്ങൾക്കറിയാം, ഒരിക്കലും നശിക്കാത്ത അച്ഛൻ്റെ കുട്ടികളായി മാറിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ശരീരങ്ങൾ കത്തിക്കാറുണ്ട്. രാവണൻ്റെ കോലവും ഉണ്ടാക്കി കത്തിക്കാറുണ്ട്. എന്നാലും ആത്മാവിനെ കത്തിക്കാൻ ആർക്കും സാധിക്കില്ല. ബാബ ഗുപ്തമായ ജ്ഞാനം തൻ്റെ കുട്ടികൾക്ക് കേൾപ്പിച്ചു തരികയാണ്. ഈ ജ്ഞാനം കേവലം ബാബയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. ആത്മാവിലാണ് ഈ ഗുപ്തജ്ഞാനം ഉള്ളത്. ആത്മാവും ഗുപ്തമാണ്. ആത്മാവാണ് ഈ മുഖത്തിലൂടെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കുട്ടികളെ ദേഹാഭിമാനി ആകരുത്, ആത്മാഭിമാനി ആകൂ. ഇല്ലെങ്കിൽ തലകീഴായവരാകും. സ്വയം ആത്മാവാണ് എന്നതും മറന്നുപോകും. ഡ്രാമയുടെ രഹസ്യം നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഡ്രാമയിൽ എന്താണോ അടങ്ങിയിട്ടുള്ളത് അത് വീണ്ടും ആവർത്തിക്കപ്പെടും. ഇതാർക്കും അറിയില്ല. ഡ്രാമ അനുസരിച്ച് ഓരോ നിമിഷവും എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ജ്ഞാനവും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആകാശത്തിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കില്ല. ഭൂമിയുടേത് സാധിക്കും. ആകാശം സൂക്ഷ്മമാണ്, എന്നാൽ ഭൂമി സ്ഥൂലമാണ്. ചില സാധനങ്ങളുടെ അറ്റം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നോക്കിയാൽ ആകാശം തന്നെ ആകാശമാണ്, അല്ലെങ്കിൽ പാതാളം തന്നെ പാതാളമാണെന്ന് പറയാറുണ്ടല്ലോ. ശാസ്ത്രങ്ങളിൽ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മുകളിൽ പോയി നോക്കാറുമുണ്ട്. അവിടെയും താമസിക്കാൻ കഴിയുമോ എന്നും നോക്കുന്നുണ്ട്. ധാരാളം സ്ഥലങ്ങൾ മനുഷ്യർ വസിക്കുന്നതായി ഉണ്ടല്ലോ. ഭാരതത്തിൽ എന്ന് ഒരേ ഒരു ആദി സനാതന ദേവീ ദേവതാ ധർമ്മമുണ്ടായിരുന്നോ അന്ന് വേറെ ഒരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഏതെല്ലാം ധർമ്മങ്ങൾ വന്നു? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഭാരതത്തിൻ്റെ തന്നെ എത്ര ചെറിയ സ്ഥാനത്താണ് ദേവതകൾ ഉണ്ടായിരുന്നത്. യമുന നദി തീരത്തായിരുന്നു അത്. ഡൽഹി സ്വർഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനെ ശ്മശാനമെന്നേ പറയൂ. ഇവിടെ അകാലെ മൃത്യുവാണ് നടക്കുന്നത്. അമരലോകത്തെയാണ് പരിസ്ഥാനമെന്ന് പറയുന്നത്. അവിടെ വളരെയധികം പ്രകൃതി ഭംഗിയുണ്ടാകും. വാസ്തവത്തിൽ ഭാരതത്തെയാണ് പരിസ്ഥാനം എന്ന് പറയുന്നത്. ഈ ലക്ഷ്മി നാരായണൻ സ്വർഗത്തിൻ്റെ അധികാരികളായിരുന്നു. എത്ര ശോഭയുണ്ടായിരുന്നു, എത്ര സത്തോപ്രധാനമായിരുന്നു, എത്ര പ്രകൃതി ഭംഗിയുമുണ്ടായിരുന്നു. അവിടെ ആത്മാക്കൾ തിളക്കമുള്ളതായിരിക്കും. കൃഷ്ണൻ്റെ ജന്മം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതും ബാബ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയം ആ മുറി മുഴുവനും പ്രകാശമുള്ളതായി കണ്ടു. ഇതെല്ലാം ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള പുരുഷാർത്ഥമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്പർ വാറായിരിക്കും. എല്ലാവരും ഒരുപോലെയാകില്ല. ഇത്രയും ചെറിയ ആത്മാവ് എത്ര വലിയ പാർട്ടാണ് അഭിനയിക്കുന്നത്, ഇതും ചിന്തിക്കേണ്ടതാണ്.
ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാൽ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? മുഴുവൻ ലോകത്തിലെയും അഭിനേതാക്കൾ തൻ്റെ അനാദിയായ പാർട്ട് തന്നെയാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സൃഷ്ടിയും അനാദിയാണ്. ഇതിൽ ഓരോരുത്തരുടെയും പാർട്ടും അനാദിയാണ്. ഈ സൃഷ്ടിവൃക്ഷത്തെക്കുറിച്ച് എപ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഇതിനെ അത്ഭുതകരമെന്ന് പറയുന്നു. ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ഡ്രാമ അനുസരിച്ച് ആർക്ക് എത്ര സമയം മനസ്സിലാക്കാൻ ആവശ്യമാണോ അത്രയും സമയം അവർ എടുക്കും. ബുദ്ധി വ്യത്യസ്തമാണല്ലോ. മനസ്സും ബുദ്ധിയും അടങ്ങിയതാണല്ലോ ആത്മാവ്. അപ്പോൾ തീർച്ചയായും വ്യത്യാസമുണ്ടാകും. നമുക്ക് സ്കോളർഷിപ്പ് നേടണം എന്നത് കുട്ടികൾക്കറിയാം. അതിനാൽ നിങ്ങളുടെ മനസ്സിൽ വളരെ സന്തോഷമുണ്ടാകുമല്ലോ. ഇവിടെ ഉള്ളിലേക്ക് വരുമ്പോൾ, ലക്ഷ്യം സമീപത്ത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ടാകും. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പഠിക്കുന്നതിനാണ് ഇവിടെ വരുന്നത് എന്നതും നിങ്ങൾ മനസ്സിലാക്കി. അതറിയുന്നില്ലെങ്കിൽ ഇവിടെ വരില്ല. നിങ്ങൾക്ക് ലക്ഷ്യവുമുണ്ട്. അടുത്ത ജന്മത്തിൽ എന്തായി മാറുന്നുവോ ആ ലക്ഷ്യത്തെ ഈ ജന്മം തന്നെ കാണിച്ചു തരുന്ന സ്കൂൾ വേറെയൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ കാണുന്നുണ്ട്, അവർ സ്വർഗത്തിൻ്റെ അധികാരികളായിരുന്നു. നിങ്ങൾക്കും അതായി തീരണം. നമ്മളിപ്പോൾ സംഗമയുഗത്തിലാണ്. നമ്മൾ ആ രാജധാനിയിലെയും അല്ല, ഈ രാജധാനിയിലെയും അല്ല. നമ്മൾ ഇടയിലാണ്. നമ്മൾ പുതിയ രാജധാനിയിലേക്ക് പോവുകയാണ്. നിരാകാരനായ ബാബ തോണിക്കാരനാണ്. തോണിയായ ആത്മാവും നിരാകാരനാണ്. ആത്മാവാകുന്ന തോണിയെ ആകർഷിച്ച് പരംധാമത്തിലേക്ക് കൊണ്ടുപോകും. നിരാകാരനായ ബാബ നിരാകാരരായ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകും. അച്ഛനാണല്ലോ കുട്ടികളെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുക. ഈ ചക്രം പൂർത്തിയായാലും ഇത് വീണ്ടും ആവർത്തിക്കും. ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്ത ശരീരം എടുക്കണം. ചെറിയ കുട്ടിയായി ജനിച്ച് വീണ്ടും വലുതാകും. ഏതുപോലെയാണോ മാവിൻ്റെ വിത്ത് ഭൂമിയിൽ വിതയ്ക്കുന്നതിലൂടെ അതിൽ നിന്നും വീണ്ടും മാമ്പഴം കിട്ടുന്നത്. അതെല്ലാം പരിധിയുള്ള വൃക്ഷമാണ്. ഇത് മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷമാണ്. ഇതിനെ വ്യത്യസ്തമായ വൃക്ഷം എന്നാണ് പറയുക. സത്യുഗത്തിൽ നിന്ന് ആരംഭിച്ച് കലിയുഗം വരെയുള്ള പാർട്ട് അഭിനയിക്കണം. അവിനാശിയായ ആത്മാവ് 84 ജന്മങ്ങളുടെ ചക്രത്തിലൂടെയാണ് കളിക്കുന്നത്. ലക്ഷ്മി നാരായണൻ ഉണ്ടായിരുന്നു, എന്നാൽ ഇന്നില്ല. ചക്രം കറങ്ങി വീണ്ടും അതായി തീരും. നിങ്ങൾക്കറിയാം, ആരാണോ ആദ്യ ജന്മത്തിൽ ലക്ഷ്മി നാരായണനായി ജീവിച്ചത്, അവർ തന്നെയാണ് അന്തിമ ജന്മത്തിൽ ബ്രഹ്മാവും സരസ്വതിയുമായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകണം. സ്വർഗത്തിലാണെങ്കിൽ ഇത്രയും മനുഷ്യർ ഉണ്ടായിരുന്നില്ല. ദേവീ ദേവതകളല്ലാതെ വേറെ ഒരു ധർമ്മത്തിലെ അഭിനേതാക്കളും ആദ്യം ഉണ്ടായിരുന്നില്ല. ഈ തിരിച്ചറിവും ആർക്കും ഇല്ല. വിവേകശാലിയായവർക്ക് തീർച്ചയായും പദവി കിട്ടുമല്ലോ. ആര് എത്രത്തോളം പഠിക്കുന്നോ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് പദവി പ്രാപ്തമാക്കും. അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് ഇവിടെ വന്ന് ഈ ലക്ഷ്യം കാണുമ്പോൾ സന്തോഷമുണ്ടാകണം. അളവില്ലാത്ത സന്തോഷത്തിലിരിക്കണം. പാഠശാല അഥവാ സ്കൂളാണെങ്കിൽ ഇതുപോലെ ആയിരിക്കണം. എത്ര ഗുപ്തമാണ്, എന്നാൽ ശക്തിശാലിയായ പാഠശാലയാണ്. എത്ര ഉയർന്ന പഠിപ്പാണോ അത്രയും ഉയർന്നതായിരിക്കും കോളേജും. സത്യയുഗത്തിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും. ആത്മാവിന് പഠിക്കുക തന്നെ വേണം. അതിനനുസരിച്ച് സ്വർണത്തിൻ്റെ സിംഹാസനത്തിലും ഇരിക്കാം, മരത്തിൻ്റെ സിംഹാസനത്തിലും ഇരിക്കാം. നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കേൾക്കുന്നത് ശിവഭഗവാനു വാചയാണ്. ആദ്യ നമ്പറിലേക്ക് വരുന്നത് ശ്രീകൃഷ്ണനാകുന്ന വിശ്വത്തിൻ്റെ രാജകുമാരനായിരിക്കും.
ഇതെല്ലാം നിങ്ങൾ കുട്ടികൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കൽപ്പകൽപ്പം ബാബ വന്നിട്ടാണ് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത്. കൽപ്പകൽപ്പം ബാബ വന്നിട്ടാണ് ബാബ തൻ്റെ പരിചയം നമുക്ക് തരുന്നത്. ഞാൻ ബ്രഹ്മ ശരീരത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇതും മനസ്സിലാക്കി തന്നു. ദേവതകൾക്ക് പോലും ഈ ജ്ഞാനം ഇല്ല. ജ്ഞാനത്തിലൂടെയാണ് ദേവതകളാകുന്നത്. പിന്നീട് ഈ പഠിപ്പിൻ്റെ ആവശ്യവുമില്ല. ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വളരെ വിശാല ബുദ്ധി ഉണ്ടാകണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ഈ പതിത ലോകത്തെ ബുദ്ധിയിൽ നിന്ന് സന്യസിച്ച് പഴയ ദേഹത്തെയും ദേഹത്തിൻ്റെ ബന്ധങ്ങളെയും മറന്ന് തൻ്റെ ബുദ്ധിയെ ബാബയിലേക്കും സ്വർഗത്തിലേക്കും കൊണ്ടുപോകണം. 2. അവിനാശി വിശ്രമം അനുഭവിക്കുന്നതിന് വേണ്ടി ബാബയെയും സമ്പത്തിനെയും സ്മൃതിയിൽ വയ്ക്കണം. സർവർക്കും ബാബയുടെ സന്ദേശം കൊടുത്ത് റിഫ്രഷ് ആക്കണം. ആത്മീയ സേവനത്തിൽ മടിയുണ്ടാകരുത്. വരദാനം. സംഘടനയിൽ ഏകമതവും ഏകരസവുമായ സ്ഥിതിയിലൂടെ സഫലത പ്രാപ്തമാക്കുന്ന സത്യമായ സ്നേഹിയായി ഭവിക്കട്ടെ. സംഘടനയിൽ ഒരാൾ പറഞ്ഞു, മറ്റുള്ളവർ അനുസരിച്ചു. ഇതാണ് സത്യമായ സ്നേഹത്തിൻ്റെ പ്രതികരണം. ഇപ്രകാരം സ്നേഹി കുട്ടികളെ ഉദാഹരണമായി കണ്ട് മറ്റുള്ളവരും സമ്പർക്കത്തിൽ വരുന്നതിന് ധൈര്യം വയ്ക്കുന്നു. സംഘടനയും സേവനത്തിൻ്റെ മാർഗമായി മാറുന്നു. ഇവരുടെ ഐക്യം നല്ലതാണെന്ന് മായ കാണുന്നിടത്ത് ഉപരോധമുണ്ടാകുന്നു. പിന്നീട് അവിടെ വരാൻ മായ ധൈര്യപ്പെടുന്നില്ല. ഏകമതവും ഏകരസവുമായ സ്ഥിതിയുടെ സംസ്കാരം തന്നെയാണ് സത്യയുഗത്തിൽ ഒരു രാജ്യത്തിൻ്റെ സ്ഥാപന നടത്തുന്നത്. സ്ലോഗൻ. കർമ്മവും യോഗവും ബാലൻസ് ചെയ്യുന്നവർ തന്നെയാണ് സഫല യോഗികൾ. സംഗമയുഗത്തിലെ സർവ തീവ്ര പുരുഷാർത്ഥി സഹോദരീ സഹോദരന്മാർക്കും പുതുയുഗത്തോടൊപ്പം പുതുവർഷത്തിൻ്റെയും ആശംസകൾ. പുതിയ വർഷത്തിൻ്റെ ആദ്യ മാസമായ ജനുവരി മാസം മധുരമായ സാകാര ബാബയുടെ സ്മൃതി മാസം കൂടിയാണ്. നമ്മൾ ബാബയുടെ കുട്ടികളെല്ലാം അവ്യക്ത വദനത്തിൻ്റെ സൂക്ഷ്മ ലീലകളുടെ അനുഭവം ചെയ്യുന്നതിനും സ്വയം ബ്രഹ്മബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവും ആകുന്നതിനായി മുഴുവൻ മാസവും തൻ്റെ ബന്ധനമുക്ത ജീവൻമുക്ത സ്ഥിതി ഉണ്ടാക്കുന്നതിനായി മനസ്സും വായും മൗനമായി വയ്ക്കൂ. ബുദ്ധിബലത്തിലൂടെ അവ്യക്തവദന യാത്ര ചെയ്യൂ. ഈ ലക്ഷ്യം വെച്ചാണ് ഈ മാസത്തെ അവ്യക്ത സൂചന. ഈ അവ്യക്ത മാസം ബന്ധനമുക്തരായി ജീവൻമുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ബാബ്ദാദ ആഗ്രഹിക്കുന്നു, എൻ്റെ ഓരോ കുട്ടിയും മുക്തി ജീവൻമുക്തിയുടെ സമ്പത്തിൻ്റെ അധികാരിയായി മാറും. ഇപ്പോഴത്തെ അഭ്യാസം സത്യയുഗത്തിലെ സ്വാഭാവിക ജീവിതമാകും. എന്നാൽ സമ്പത്തിൻ്റെ അധികാരം ഇപ്പോൾ സംഗമയുഗത്തിലാണ്. അതിനാൽ ഏതെങ്കിലും ബന്ധനം വലിക്കുന്നുണ്ടെങ്കിൽ കാരണം മനസ്സിലാക്കി നിവാരണം ചെയ്യൂ. ഓം ശാന്തി.